വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വൻപയർ തോരൻ വെച്ചാലോ? അതിനായി ഒരു കപ്പ് വൻപയർ ഞാൻ കുറച്ച് നേരം കുതിർത്ത് വെച്ച് അതിനുശേഷം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളികൾ നന്നായി ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇനി ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് വഴറ്റുക. ഇവ നന്നായി വഴറ്റിയ ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പയറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മുളകൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇവയെ നമുക്ക് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ചാറ് കറി ഗ്രേവി വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ ഡ്രൈ ആക്കിയാണ് കുറച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി നമുക്ക് ഈ കറിയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ഇത് ചൂട്ടോടു കൂടി ചോറിൻ്റെ കൂടി പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചു നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. താങ്ക് യു.